UDF പ്രവേശന ചർച്ചകൾ സജീവമാക്കി PV അൻവർ MLA. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ PV അൻവർ KPCC അധ്യക്ഷൻ K സുധാകരനെയും കണ്ടു. നേരത്തെ തൃണമൂൽ കോൺഗ്രസുമായും സമാജ്വാദി പാർട്ടിയുമായും PV അൻവർ ചർച്ച നടത്തിയിരുന്നു. വിനീത വിജി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, PV അൻവർ കോൺഗ്രസിലേക്ക് നീങ്ങും എന്നുള്ളതിൻ്റെ സൂചന കൃത്യമായി നമുക്ക് ലഭിച്ചോ? തീർച്ചയായും SKN മറ്റൊരു പാർട്ടി വഴി UDFന്റെ ഭാഗമാകാനാണ് PV അൻവറിന്റെ നീക്കം. അതുമായി ബന്ധപ്പെട്ട ഡൽഹിയിലെത്തിയതിന് പിന്നാലെ നേതാക്കളുമൊക്കെയായി PV അൻവർ ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ മുസ്ലിം ലീഗ് നേതാക്കളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നതുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ മുന്നണി ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച നടത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ മറ്റു പാർട്ടികളിലെ അതൃപ്തരെയും കൂടെ നിർത്താനുള്ള ഒരു നീക്കമുണ്ട്. നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ മറ്റു പാർട്ടികളിലെ ചില ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒരുപക്ഷെ അൻവർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായും PV അൻവർ ചർച്ച നടത്തിയിട്ടുണ്ട്. തൃണമൂലിന്റെ ഡെറിക് ഒബ്രൈനുമായിട്ടാണ് ചർച്ച നടത്തിയത്. സമാജ്വാദി പാർട്ടിയുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. ഒപ്പം KPCC അധ്യക്ഷൻ K സുധാകരനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് ഈ ചർച്ചകളൊക്കെ തന്നെ സജീവമാക്കിയിട്ടുള്ളത്. ET മുഹമ്മദ് ബഷീർ, ഇന്നലെ PV അബ്ദുൾ തുടങ്ങിയ MPമാരുമൊക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സൗഹൃദ സന്ദർശനം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനം ഈ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് നടത്തുന്നത്. ഈ ഇടതു മുന്നണിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം DMKയോട് അടുക്കാനാണ് PV അൻവർ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നതെങ്കിലും ഈ ഇടതുമായി നിൽക്കുന്ന സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന DMKയിലേക്കുള്ള പ്രവേശനം സാധ്യമായിരുന്നില്ല. പിന്നാലെയാണ് UDFിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു ശ്രമം ഈ ഘട്ടത്തിൽ നടത്തുന്നത്. മറ്റൊരു പാർട്ടിയിലൂടെ UDFിലേക്ക് എത്തുക തന്നെയാണ് നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി. KPCC അധ്യക്ഷൻ K സുധാകരനുമായി ചർച്ച നടത്തി. ഡൽഹിയിലെത്തി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന് പുറമെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ, സമാജ്വാദി പാർട്ടി നേതാക്കളും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. മറ്റ് പാർട്ടിയിലെ നേതാക്കളും ഒക്കെയായി അദ്ദേഹം ഫോണിലൊക്കെ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ UDFിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അദ്ദേഹം ഇങ്ങനെ സജീവമാക്കിയിരിക്കുകയാണ്. SKN. താങ്ക് യു വിനീത വിജി.